ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വാവനെ കാണാൻ പോകാമെന്ന്. അപ്പം ഞാൻ എൻ്റെ മറ്റേ ഫ്രണ്ട് ഉണ്ടല്ലോ ഷബുന, അവൾ ടൗണിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം പോട്ടെ കേട്ടോ. ഇതാണ് ഇന്നത്തെ എൻ്റെ കോസ്റ്റ്യൂം. ഒരു കുർത്ത, പിന്നെ ഞാൻ വലിയ ജിമിക്കൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾ സെറ്റ് ഗോയാണ്. ഞാൻ എങ്ങനെ പോകുമെന്നറിയില്ല. ആദ്യം ഞാൻ വിചാരിച്ച് സ്കൂട്ടി പോകാമെന്ന്, പക്ഷേ സ്കൂട്ടി പോയാൽ എൻ്റെ തലയെല്ലാം വൃത്തിയേടാകും. അപ്പോൾ ഇവിടുന്ന് വണ്ടി കിട്ടുമെന്ന് നോക്കണം. സോ ഞാൻ പോട്ടെ കേട്ടോ. ബൈ ബൈ, ഇനി വഴിയെ കാണാം. ഇതിപ്പോൾ ഒരു വഴിക്ക് പോകാൻ ഇറങ്ങിയിട്ട് തിരിച്ചു കയറുക എന്നുള്ളത് എൻ്റെ സ്ഥിരം പരിപാടി ആയതുകൊണ്ട് ഞാൻ പൈസ എടുക്കാൻ മറന്നുപോയി. വണ്ടിക്കൂലി ഇല്ലാണ്ട് വണ്ടി കയറ്റാൻ വേണ്ടിയിട്ട് ഞാനും ഡ്രൈവറും തമ്മിൽ ബന്ധുക്കാരൊന്നുമല്ലല്ലോ. ഇപ്പം ഞാൻ ശരിക്കും പോയി. ഇന്നത്തെ എൻ്റെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ഈ ഒരു ചെരുപ്പാണ് കേട്ടോ. ഇതിട്ടിട്ട് ഞാൻ വടകര വരെ ഞാൻ പോകും. എന്നിട്ട് ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്കും കാലൊടിഞ്ഞ് നടുവേദന എടുത്ത് ചാകും. ഇതിപ്പോൾ നടന്ന് ഞാൻ മാനന്തവാടി എത്തുന്ന തോന്നുന്നത്. ഈ നാട്ടിൽ വണ്ടിയൊന്നും ഇല്ലേ? ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഏകദേശം മാനന്തവാടി എത്താറായി. ഈ നാട്ടിൽ എനിക്ക് വണ്ടിയിട്ടില്ല. എന്നെ വിശ്വസിച്ചിട്ട് അവിടെ വന്നിരിക്കുന്ന എൻ്റെ കൂട്ടുകാരി പൊട്ടത്തി പാവം. ഒരു വൃത്തികെട്ട ഓട്ടോറിക്ഷ വന്ന് ഞാൻ അതിൽ കയറി. അന്നത്തേക്കുള്ള നെഗറ്റീവ് എനർജി മുഴുവൻ എനിക്ക് കിട്ടി. വഴിനീളെ ആ പുള്ളിക്കാരൻ വേറെ കയറിയൊരു ആളുമായിട്ട് കച്ചറയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേർത്തോ എന്തൊക്കെയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങളിവിടെ ബസ് സ്റ്റാൻഡിൽ വന്നപ്പോഴത്തേക്കും ഞാനും ഷബിനിയും ഏകദേശം ഒരുമിച്ചാട്ടോ എത്തിയ. വലിയ ഡിലേ ഒന്നും ആയിട്ടില്ല. ഞങ്ങൾ വന്ന് കുറച്ച് നേരം നിന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ബസ്സും കിട്ടി. ഞാനും ഷബിനിയും യൂട്യൂബേഴ്സാണ് കേട്ടോ. ഷബിന ഏതോ കാലം തൊട്ട് യൂട്യൂബ് തുടങ്ങിയതാണ്. അതും പോരാഞ്ഞിട്ട് അവളും വീഡിയോ എടുക്കുന്നത്, ഞാനും വീഡിയോ എടുക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഫോണും പിടിച്ച് ഒത്തിരിക്കുന്നത്. അപ്പുറത്തും ഇപ്പുറത്തുള്ളവരൊക്കെ വിചാരിക്കുകയാണ് ഇതുങ്ങൾ ഏതാണ്, ഇതുങ്ങൾ എവിടെ നിന്നായി വരുന്നതെന്ന്. പിന്നെ ഞങ്ങൾ 10 വർഷം കൂടിയിട്ട് കാണുന്നതാണ് കേട്ടോ. എൻ്റെ ഒരു 10 വർഷം. ഞാൻ 2015 10ാം ക്ലാസ് കഴിഞ്ഞ്. അന്നേ പിന്നെ ഞാൻ ഇവരാരെയും കണ്ടിട്ടില്ല. അശ്വതിനെയും കണ്ടിട്ടില്ല, ഷബിനേനെയും കണ്ടിട്ടില്ല. അപ്പം ഞങ്ങൾ അത്രയും ഒരു ലോങ് ഗ്യാപ്പിന് ശേഷം കണ്ടുമുട്ടാണ്. അപ്പം ഞങ്ങൾക്ക് പറയാൻ ഇഷ്ടം പോലെ കഥയാണ് കേട്ടോ. ഫ്രണ്ട് സീറ്റിൽ കുത്തിയിരുന്ന് ഞങ്ങൾ ഒരേ കഥ പറയലായിരുന്നു. പിന്നെ ആര് വണ്ടി കയറി കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മളെ ഫസ്റ്റ് നോക്കുന്നത്. ഇരുന്ന ഒരേ ചിലയാണല്ലോ. ആ വണ്ടിയിൽ മൈക്ക് സെറ്റ് വെച്ച പോലെയായിരുന്നു ഞങ്ങൾ രണ്ടും കൂടി കുത്തിയിരിക്കുന്നത്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ എനിക്കിപ്പോൾ ഒരു നാണില്ല. ഇങ്ങനെ വേണമെങ്കിൽ ഞാൻ വീഡിയോ എടുക്കും. ആ അവസ്ഥയായിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഛർദ്ദിക്കുമെന്നൊന്നും അറിയില്ലാത്ത കാരണം ഓരോ ഓർബിറ്റൊക്കെ മേടിച്ച് കയ്യിൽ വെച്ചു കേട്ടോ. ജസ്റ്റ് ഒന്ന്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. വായടഞ്ഞൊന്ന് കുറച്ച് നേരം ഇരുന്നാലല്ലേ ഛർദ്ദിക്കുന്നതിനെ പറ്റിയൊക്കെ ഓർക്കുള്ളൂ. അങ്ങനെ ഞങ്ങൾ വർത്താനായിരുന്നു. പിന്നെ ഏകദേശം തൊട്ടിൽപ്പാലെത്താനായി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ വണ്ടിയിൽ നിറച്ച ആളായിട്ടോ. അങ്ങനെ ഷബിനേൻ്റെ സീറ്റ് പോയി. ഒരു അമ്മയും കുട്ടിയും കൂടി കയറി കഴിഞ്ഞപ്പോൾ എണീറ്റ് കൊടുക്കേണ്ടി വന്നു. ഏകദേശം എത്താനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് വലിയ വിഷയം വന്നില്ല. ഞങ്ങൾ പിന്നെ അവിടെ ഇറങ്ങി, സ്റ്റാൻഡിലാണ് ഇറങ്ങിയത്. തൊട്ടിൽപ്പാലത്തുനിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ അശ്വതീൻ്റെ വീട്ടിലേക്ക്. ഞങ്ങൾ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് പിന്നെ വാവയ്ക്കൊരു ഡ്രസ്സ് മേടിക്കണമായിരുന്നു. ഞാനിപ്പോൾ പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം അതാണ് കേട്ടോ. വാവേനെ കാണാൻ വേണ്ടിയിട്ട്. അശ്വതി ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് കിടക്കുകയാണ്. അപ്പോൾ വാവനെയും കാണണം, അശ്വതീനെയും കാണണം. എനിക്ക് തൊട്ടിൽപ്പാലത്ത് അങ്ങനെ സ്ഥലങ്ങളൊന്നും കാര്യമായിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ അവിടെ തൊട്ടടുത്ത് തന്നെ കണ്ട സൗഭാഗ്യ എന്നെങ്ങാണ്ട് പറഞ്ഞൊരു കടയിൽ കയറിയിട്ടാണ് ഞങ്ങൾ ഡ്രസ്സ് നോക്കി. ഒരുപാട് അവൈലബിലിറ്റി ഒന്നും ഇല്ലായിരുന്നു. ഉള്ളതെന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഒരെണ്ണം എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ വഴി അറിയില്ലല്ലോ. അപ്പോൾ പിന്നെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് അശ്വതിനെ വിളിക്കുക, എന്നിട്ട് സ്ഥലം ചോദിക്കുക, പോവുക. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ എന്നെക്കാട്ടും സീനിയറാണ് യൂട്യൂബിൻ്റെ കേസിൽ ഷബിന. അതുകൊണ്ട് ഷബിനയ്ക്ക് എൻ്റെ അത്ര പോലും മടിയില്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ വീഡിയോസൊക്കെ ഞാൻ എവിടെ സ്റ്റക്കാവുന്നോ അവിടെ നിന്ന് അവളെടുത്ത് സ്റ്റാർട്ട് ചെയ്ത് തരുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്കൊരു ഗ്യാപ്പേ കിട്ടിയിട്ടില്ല. അപ്പം ഞാനിതാ ഫോണ് വിളിച്ചിട്ട് അശ്വതീനെ ഫോൺ വിളിച്ചിട്ട് വണ്ടിക്കാരൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തു കേട്ടോ. എന്നിട്ട് കൃത്യമായിട്ടുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് പിന്നെ അതിൻ്റെ കാര്യത്തിലും ടാസ്ക്കൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് ഈസി ആയിട്ട് അവിടെ എത്താൻ പറ്റി. പിന്നെ ഞാൻ എപ്പോൾ ഷബിനെ തട്ട ഊരിയാലും അപ്പോൾ വീഡിയോ എടുക്കും. എൻ്റെ ഒരു പ്രത്യേക കഴിവാന്ന് തോന്നുന്നു. ത്രൂ ഔട്ട് എനിക്കിതായിരുന്നു കേട്ടോ പരിപാടി. അവൾ തട്ട ഊരിയിട്ട് മുടി നേരിയാക്കും, ഞാൻ അപ്പോൾ വീഡിയോ എടുക്കും. അവളെപ്പോൾ തട്ടിടാണ്ടിരിക്കുന്നു അന്നേരമാണ് മൊത്തം ഞാൻ വീഡിയോ എടുക്കുന്നത്. അവസാനം അവൾ തന്നെ എന്നോട് പറയാൻ തുടങ്ങി, ഇങ്ങനെ എടുത്ത് എന്നെ തട്ടില്ലാത്ത കോലത്തിന് മാത്രമാണ് നീ ആകെ ഫോട്ടോ എടുത്തിട്ടുള്ളത്, വീഡിയോ എടുത്തിട്ടില്ലെന്ന്. അങ്ങനെ ഞങ്ങളിതാ ഫൈനലി അവളെ വീടെത്തിയിരിക്കുകയാണ് കേട്ടോ. ഓട്ടോ ഡ്രൈവർ എന്നോട് പറഞ്ഞു ഏകദേശം സ്ഥലം എത്തിയിട്ടുണ്ട്, ഇനി ആ ആളെ ഒന്ന് വിളിച്ച് നോക്കുന്നു. വിളിക്കേണ്ടി വന്നില്ല. അന്നേരത്തേക്ക് ആൾ മുറ്റത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വർഷങ്ങൾ കൂടി കണ്ടിരിക്കുകയാണ്. എൻ്റെ വീഡിയോ എടുപ്പ് കണ്ടപ്പോൾ തന്നെ അവൾ ഞെട്ടി. എല്ലാവരോടും പറഞ്ഞൊക്കെ കൊടുത്തിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ പോകുന്നതാണ്. അപ്പോൾ അമ്മയും അച്ഛനൊക്കെ ഓടി എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും എനിക്ക് കാണാനില്ല. പിന്നെ ഒരു കല്യാണം കഴിച്ചു, അമ്മയായി, അത്രയുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പഴയ കണക്കാൻ ഇരിക്കുന്നുണ്ട്. എനിവേ ആപ്പിൾ ജ്യൂസൊക്കെ ഉണ്ടാക്കി തന്നു കേട്ടോ.
തരക്കേടില്ലായിരുന്നു. അങ്ങനത്തെ ഒരു ആപ്പിൾ ജ്യൂസ് പ്രത്യേകം ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനിടയ്ക്ക് കൂടെ ഇവളെ ഞങ്ങളെ വഞ്ചിച്ചു. വൈ? ബിക്കോസ് ഇവൾക്കറിയായിരുന്നു ഇവളുടെ കുറേ ബന്ധുക്കാരൊക്കെ വീട്ടിൽ വരുന്നുണ്ടെന്ന്. എന്നിട്ട് അതിൻ്റെ കാര്യം എന്നോട് പറഞ്ഞില്ല. അങ്ങനെ എല്ലാവരും വരുന്നുണ്ടായിരുന്നു, ഞാൻ ഉറപ്പായാലും ഇന്ന് വരില്ലായിരുന്നു, കാരണം മൊത്തത്തിലൊരു തിരക്കൊക്കെ ആയി പോകുമല്ലോ. പക്ഷെ അവൾ എന്നോട് അത് അറിയുന്ന കാരണം പറഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ അതറിയാണ്ട് അവിടെ ചെന്നു. കുറച്ച് പെട്ടെന്ന് അവരായിട്ട് സെറ്റായിട്ടോ. കാരണം ഞങ്ങൾ നേരത്തെ പരിചയമുള്ളത് കാരണം ഇവരുടെ ഫാമിലി റിലേറ്റീവ്സിനായാലും എന്നെ അത്യാവശ്യം നന്നായിട്ട് അറിയായിരുന്നു. അപ്പോൾ അമ്മമ്മേനെയൊക്കെ കുറേ കാലം കൂടി കാണാൻ പറ്റി. ഞാൻ ഫോട്ടോയിൽ മാത്രമേ അവളുടെ അമ്മമ്മേനെയൊക്കെ കണ്ടിട്ടുള്ളൂ, അവരെയൊക്കെ കണ്ടു. പിന്നെ ഇതാ മെയിനായിട്ടുള്ള പരിപാടിയാണല്ലോ ആൽബം നോക്കൽ. കല്യാണ ആൽബം ആയാലും കണ്ടു, പിന്നെ വാവയുടെ നൂലുകെട്ടിൻ്റെ ആൽബം ഉണ്ടായിരുന്നു. എല്ലാം തുറന്നു വെച്ച് നോക്കിയിട്ടോ. നല്ല നല്ല അടിപൊളി ഫോട്ടോസായിരുന്നു. പ്രത്യേകം ഞാൻ ഇവളുടെ കല്യാണം നടക്കുന്ന ടൈമിനാണ് ഞാൻ എഗെയിൻ ഇവളെ കണ്ടുപിടിക്കുന്നത്, അതും ഇൻസ്റ്റഗ്രാം വഴിയും കണ്ടു. അപ്പം അന്നേരം ഞാൻ ഇവളോട് കല്യാണ ഫോട്ടോയൊക്കെ അയക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് എഡിറ്റ് ചെയ്തിട്ട് അയക്കാമെന്ന്. അപ്പോൾ അത് എഡിറ്റ് ചെയ്തിട്ട് പിന്നെ അയച്ചിട്ടില്ല, മറന്നുപോയെന്ന് തോന്നുന്നു. എൻ്റെ കല്യാണ ഫോട്ടോ അല്ലാണ്ട് എനിക്ക് എഡിറ്റ് ചെയ്ത് കല്യാണ ഫോട്ടോ കിട്ടുന്ന 2ാമത്തെ വർഷമാണ്. അപ്പം അതേ കണക്കാന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ നേരത്തെ കിട്ടിയെന്ന് അറിയത്തില്ല. ഇനി ഇവള് സെൻഡ് ചെയ്ത് തന്നിട്ടില്ലായിരുന്നു. ഞാനത് മുഴുവൻ അവിടെ കുത്തിയിരുന്ന് കണ്ടു. പിന്നെ വാവയുടെ നൂലുകെട്ടും കണ്ടു കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത കഥ ഇവിടെ തുടങ്ങാം. പുതിയ സ്റ്റോറികളൊക്കെ പറയണമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. ഷബ്നേൻ്റെ പകുതി ഞാൻ വഴിനീളെ കേട്ടതാണ്. ഇനി ബാക്കി അശ്വതീൻ്റെ കേൾക്കണം. എന്നിട്ട് വേണം പോകാൻ നേരത്ത് വീണ്ടും ഷബ്നി ഞാനും ഫ്രണ്ടാണ്. ഷബ്നയ്ക്ക് അശ്വതീനെയും അശ്വതിക്ക് ഷബ്നേനെയും അറിയാമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ കണ്ടിട്ടുള്ള പരിചയമാണെങ്കിലും ഇവർക്ക് ഇത്ര നന്നായിട്ട് അറിയാമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിളാവാനൊക്കെ പറ്റി കേട്ടോ. രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധിമുട്ടായിരിക്കുമോ ഒന്ന് സെറ്റായി വരാമെന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. പിന്നെ അശ്വതി ഇപ്പോൾ പോകുന്നതാണ് കേട്ടോ. നാളെ തിരിച്ച് 3 മാസമായിട്ടുണ്ട് വാവ ഉണ്ടായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയൊക്കെയോ അവൾ പുതിയത് മേടിച്ചിട്ടുണ്ട്, സാരിയോ കമ്മലോ. അപ്പോൾ അതെല്ലാം എനിക്കിട്ട് കാണിച്ചു തരാണ്. ഇതൊക്കെയാണല്ലോ ഞങ്ങളുടെ മെയിൻ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഇരുന്ന് കാണിച്ചത്. പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് ഒരു 2 മണിക്കൂർ ആകുന്നവരെ വാവ ഒരേ ഉറക്കം തന്നെയായിരുന്നു. വാവ എണീറ്റിട്ടുണ്ടായില്ല. പിന്നെ ഞങ്ങൾ വാവേനെ കുത്തിപ്പിടിച്ച് എണീപ്പിച്ചു. ഞാനപ്പോൾ ഓൾറെഡി പറഞ്ഞ പോലെ അശ്വതിൻ്റെ അമ്മയുടെ വീട്ടുകാർ, അമ്മയുടെ അമ്മ, അച്ചച്ചൻ്റെ പെങ്ങള്, അങ്ങനെ ആരൊക്കെയൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കയ്യിലായിരുന്നു വാവ. കുറേ നേരമൊക്കെ ഞാൻ ക്ഷമിച്ചിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നീ പോയി എടുത്തിട്ട് എനിക്കും കാണണമെന്ന്. ഞാൻ കുട്ടീനെ കാണാനാണല്ലോ മെയിനായിട്ട് വന്നത്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് കൊണ്ടു തന്നിട്ടോ. പിന്നെ എൻ്റെ സ്ഥിരം കലാപരിപാടി, കുട്ടീനെ നമ്മുടെ സൈഡിലേക്ക് എങ്ങനെയെങ്കിലും ആക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരേ സോപ്പിടൽ, കുട്ടിയുടെ അമ്മയുടെ കുറ്റം കുട്ടീനോട് പറഞ്ഞു കൊടുക്കൽ, ഓ മൈ ഗാഡ്, എല്ലാം ഞാൻ ഇരുന്ന് ചെയ്തു. കൊച്ചിനെന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ചിരിയൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് കൂടെ 2-3 ചവിട്ടൊക്കെ തന്നു. പിന്നെ കുറേ നേരം അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ചൂടെടുക്കുക. അതിലേറ്റവും ഫണ്ണി ആയിട്ടുള്ള ഭാഗം, ഞാൻ അവിടെ ചെന്നപാടും പറഞ്ഞു ഓ ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ കാലാവസ്ഥയ്ക്ക്. ഞങ്ങളവിടെ എത്തിയത് രാവിലെ 11 മണിക്കാണ്. അപ്പോൾ ഇവിടെ കാലാവസ്ഥയ്ക്ക് കുഴപ്പമൊന്നുമില്ല, ചൂടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന ഞാൻ ഒരു 12 മണി ആയപ്പോഴത്തേക്കും വേർത്തൊലിക്കാൻ തുടങ്ങി. അതും വെറുതെ ഇരുന്നിട്ടും ഫാനിൻ്റെ അടിയിൽ ഇരുന്നിട്ടും കൂടി വേർത്തൊലിക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് പുകയോ എരിയോ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളായിരുന്നു. അപ്പോൾ പിന്നെ കൊച്ചിൻ്റെ കാര്യം പറയണ്ടല്ലോ, കൊച്ചിനും ചൂടെടുക്കുമായിരുന്നു കേട്ടോ. ചൂടെടുക്കുമ്പോൾ കുട്ടിക്ക് കരച്ചിലൊക്കെ വരികയാണ്. പിന്നെ ഞങ്ങളുടെ സ്ഥിരം കലാപരിപാടി, ഭക്ഷണം കഴിക്കുക, ഫോട്ടോ എടുക്കുക, ഇങ്ങനത്തെ അൽക്കുലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് എൻ്റെ ഫോണിൽ ചാർജ് വരുന്നു, അതും ഒന്ന് കുത്തിവെച്ചു. അതിനിടയ്ക്ക് കൂടെ അവൾ കുറേ സാരി എടുത്തിട്ടു, അതിരുന്ന് കണ്ടുകൊണ്ടിരുന്നു. എന്തൊക്കെയോ ഡിസൈനർ സാരീൻ്റെ കഥയൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം ഞാനിങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാത്തിൻ്റെയും കഥ എനിക്കറിയണമല്ലോ. എല്ലാം ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. പ്രത്യേകിച്ച് അത് മാനന്തവാടിയിൽ നിന്ന് ചെയ്തിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ടുപിടിച്ച് വാവേനെയൊക്കെ ഉറക്കി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്തേക്ക് അശ്വതീൻ്റെ റിലേറ്റീവ്സൊക്കെ തിരിച്ചു പോയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അവിടെ വലിയൊരു ബുദ്ധിമുട്ട് വന്നില്ല, നേരെ ഇരുന്നിരുന്ന് കഴിക്കായിരുന്നു. അത് ഞങ്ങളുടെ സൗകര്യാർത്ഥം ഞങ്ങളെ തനി സ്വരൂപമൊക്കെ പുറത്തെടുത്തിട്ട് നല്ല അടിപൊളി മോരുകറിയും പയറ് തോരനും ബീഫ് കറിയായിരുന്നു കേട്ടോ. അശ്വതി ഒരു വീട്ടമ്മയൊക്കെ ആയിരിക്കുന്നു, പക്ഷേ ഇത് അവൾ ഉണ്ടാക്കിയതല്ല. ഓർത്തിട്ട് അങ്ങനെ നീ പേടിക്കണ്ട, നല്ല കൂറുകളായിരിക്കും. ഫോട്ടോഷൂട്ടിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നല്ലേ ആസ്. ഇത് വീഡിയോ ആണ്, ഫോട്ടോ നിങ്ങൾ ഈ വീടും പരിസരമൊക്കെ കാണാൻ ഇറങ്ങിയതൊന്നുമല്ല. നമ്മൾ എന്തിനിറങ്ങിയതപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ ഇറങ്ങിയത്. ഇതിപ്പോൾ ശബന പറഞ്ഞ സത്യം കേട്ടോ, ഞാൻ മറന്നു എന്തിനാ ഞങ്ങൾ ഇറങ്ങിയത്. ഡിപ്പോയിൽ വിളിച്ച എന്തെന്നാണ് സാമൂഹ്യ സേവനം. ഏത് ആംഗിളിൽ നോക്കിയാലും പോസ് ചെയ്യും. ഇതെന്നെ ഇവിടെ ബൾബ് കത്തിയിട്ടില്ല, എന്നെ വിളിച്ചതിനോ. ഒരു കലാകാരിൻ്റെ കലാവിരുത് തെങ്ങും ചോട്ടിൽ വരെ കിടക്കുന്നുണ്ട്. കല അധികം കഴിയുമ്പോൾ റോഡ് സൈഡിൽ വരെ കലയാ. ഇതും അവിടെ വരച്ച് വെച്ചേക്കുന്നത് എല്ലായിടത്തുള്ള സാധനം.
ഞങ്ങളുടെ സ്ഥിരം കലാപരിപാടിയായ ഫോട്ടോ എടുപ്പ്. തിരിഞ്ഞും മറിഞ്ഞും ഒരാൾ നിന്നോ 2 നിന്നോ 3 നിന്നോ ഒക്കെ ഞങ്ങൾ ഫോട്ടോ എടുത്തു. പക്ഷെ 3 നിന്നിട്ട് ഞങ്ങൾക്ക് നന്നായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം അടുത്ത് തരാൻ ആരും ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് പറ്റുന്ന രീതിയിലൊക്കെ ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം അശ്വതി എനിക്ക് വണ്ടി വിളിച്ച് തന്നു അവിടെ നിന്ന്. കാരണം ഇച്ചിരി ബുദ്ധിമുട്ടാണ് അവിടെ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ വണ്ടി വിളിച്ച് നേരെ ഇവിടെ തൊട്ടിൽപ്പാലം ഗ്യാരേജിൽ വന്നിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഒരു 3/4 മണിക്കൂർ അല്ല 1/4 മണിക്കൂറോളം എടുത്തു എനിക്ക് ബസ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നാലും ഒരുപാട് ഡിലേ ഒന്നും ആയില്ല. ഞങ്ങൾ പിന്നെ ബസ്സിൽ കയറി നല്ലപോലെ ഒന്ന് ഉറങ്ങി. കാരണം വെയിലടിച്ചിട്ട് നല്ല ക്ഷീണമായിരുന്നു. ഒരു 2-3 വീഡിയോസൊക്കെ എടുത്ത് പിന്നീട് ശബനെ തട്ടുവരിയപ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയാണ്. ശബനെ എന്നെ കൊല്ലാണ്ടിരുന്നാൽ മതിയായിരുന്നു ഇതെല്ലാം കൂടി പോസ്റ്റ് ചെയ്തിട്ട്. എനിവേ നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് മാനന്തവാടിയിൽ ഞങ്ങൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ പപ്പേനെ വിളിച്ചു നോക്കി വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ പപ്പ ഇച്ചിരി വൈകുമെന്ന് പറഞ്ഞു. അന്നേരം പിന്നെ ശബനേൻ്റെ സിസ്റ്ററിന് കുറച്ച് പ്രിൻ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ എടുത്തു. അതിൻ്റെ കൂടെ തന്നെ പിള്ളേർക്ക് എന്തോ മുട്ടായി വാങ്ങണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് കൂടെ പപ്പ എന്നെ വിളിച്ചിട്ടോ. അപ്പം ഞാൻ തിരിച്ച്